Praise the Lord. वचन संगीता 40 दाऊद ने लिखा है. संकीर्तनम 40 दावीदाണ് ഇത് എഴുതിയിരിക്കുന്നത്. पिछले हफ्ते हम वचन संगीता से अच्छा मैसेज हम सुना है. കഴിഞ്ഞ ആഴ്ച വചനത്തിൽ നിന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ നല്ലതായിട്ട് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. वैसे हम सभी लोग पवित्र आत्मा का भरपूरी के साथ यहाँ खड़े होकर हम सेवकाई करना है. അതുപോലെ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി സേവ ചെയ്യേണ്ടവരാണ്. वचन का गहराई हम परमेश्वर से पूछना है. परमेश्वर हमें वचन का गहराई देने के लिए तैयार है. വചനത്തിന്റെ മർമ്മങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ദൈവം നമുക്കത് പറഞ്ഞു തരുവാനായിട്ട് ഇടയായി തീരും. यहाँ दाऊद ऐसे कह रहे, ഇവിടെ ദാവീദ് ഇങ്ങനെ പറയുകയാണ്, मैं धीरज से यहोवा परमेश्वर के लिए जोता रहा. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. हालेलुया. हालेलुया. इस 40 वचन संगीत एक मसीही वचन संगीत है. ഈ 40-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു മശിഹ സങ്കീർത്തനമാണ്. इसने इस वचन संगीत जरूर दाऊद ने लिखा है. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ് എഴുതിയിരിക്കുന്നത്. ये वचन संगीत 40 एक मसीही वचन संगीत है. ഈ 40-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു മശിഹ സങ്കീർത്തനമാണ്. ये एक मसीही वचन संगीत है. तो भी ये वचन संगीत अपने हमारा बारे में आज कह रहे. ഇത് മശിഹ സങ്കീർത്തനമാണെങ്കിലും ഇതിലൂടെ നമ്മളോടാണ് ദൈവം സംസാരിക്കുന്നത്. कितने लोगों को विश्वास है परमेश्वर मुझसे बात करूंगा करके? എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം എന്നോട് സംസാരിക്കുമെന്ന്? मैं धूप में आ गया वो व्यर्थ नहीं होएंगे कर कितने लोगों को विश्वास है? ഞാൻ വെയിലത്തെ ഇവിടെ കടന്നു വന്നത് ഒരിക്കലും വ്യർത്ഥമാകില്ല എന്നുള്ളത് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? इसलिए प्रार्थना और विश्वास के साथ प्रभु का सन्निधि में നമ്മൾ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. आमीन. ആമേൻ. चंगाई के लिए कुछ लोग जोगते रहता है. ചിലവർ എന്ത് ചെയ്യും? സൗഖ്യത്തിന് വേണ്ടി ചിലവർ ഇങ്ങനെ ഓടി നടക്കുകയാണ്. छुटकारा के लिए कुछ लोग जोता रहता है, कातिरिकी. അവർ സൗഖ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നവരാണ്. कुछ लोग भलाई के लिए जोता रहता है. ചിലവർ എന്ത് ചെയ്യുന്നു? അവരുടെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ऐसे बहुत सारे विषयों के लिए अनेक लोग जोता रहता है. ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി അനേകർ എന്ത് ചെയ്യുകയാണ്? ഈ ദിവസങ്ങളിൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. यहाँ दाऊद क्या कह रहे? ഇവിടെ ദാവീദ് എന്താണ് പറയുന്നത്? दाऊद कह रहे कि मैं परमेश्वर के लिए जोता रहता है. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. दाऊद ने कह रहे मैं चंगाई के लिए नहीं. ദാവീദ് ഇവിടെ പറയുകയാണ്, ഞാൻ സൗഖ്യത്തിന് വേണ്ടിയല്ല, मैं छुटकारा के लिए नहीं. मैं छुटकारा के लिए नहीं. ഞാൻ സൗഖ്യത്തിന് വേണ്ടിയല്ല, मैं परमेश्वर के लिए जोता रहता है. ഞാൻ ഇവിടെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് അവൻ പറയുകയാണ്. कितने लोग परमेश्वर के लिए जोता रहता है? എത്ര പേര് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരുണ്ട്? भलाई के लिए जोता रहने वाला बहुत सारे लोग हैं. നന്മയ്ക്കായി കാത്തിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. परमेश्वर के लिए जोता रहने वाले कितने लोग आज हमारा मध्य में है? യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? ऐसे है तो एक बात मैं बताना चाहता हूँ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. यदि आप परमेश्वर के लिए जोता रहते हैं तो आप लोगों से एक बात मैं बताना चाहता हूँ. നിങ്ങൾ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. संगीत 40 का पहला आयत का दूसरा पोर्शन पढ़े. സങ്കീർത്തനം 40-ന്റെ 1-ാം വാക്യത്തിന്റെ 2-ാമത്തെ സെന്റൻസ് നമുക്ക് വായിക്കാം. ओ मेरी उसने मेरी ओर झुककर मेरा दोहाई सुनी. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു എന്ന്. हालेलुया. ആമേൻ. दाऊद क्या किया? परमेश्वर के लिए जोता रहा. ദാവീദ് എന്താണ് ചെയ്തത്? യഹോവയ്ക്കായി കാത്തിരുന്നു. उस समय परमेश्वर ने क्या किया? आमीन. ओ परमेश्वर ने उसकी ओर झुककर उसके दोहाई सुनी. ആ സമയത്ത് ദൈവം എന്താണ് ചെയ്തത്? അവങ്കിലേക്ക് ചാഞ്ഞ് അവന്റെ നിലവിളി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. पहला आयत में हमें बहुत बड़ा बात हम कह रहे हैं. 1-ാമത്തെ സെന്റൻസിൽ നമുക്ക് ഒരു വലിയ കാര്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. उसमें से कलीसिया से एक बात मैं बताना चाहता हूँ. അതിൽ നിന്ന് ഒരു കാര്യം ഞാൻ സഭയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर के लिए जो व्यक्ति लोग जोता रहता है वो व्यक्ति पराजित नहीं हो जाएंगे. ആരെല്ലാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടോ അവരെ ആരെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. जो व्यक्ति प्रभु के लिए जोता रहता है उसके लिए परमेश्वर उतर कर आएंगे. ആരാണോ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. दाऊद प्रभु के लिए जोता रहा तभी परमेश्वर क्या किया? उसके लिए हमें चुपकर उसका दोहाई सुनकर उसका पास चुपकर उसका पास आ गया. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവങ്കിലേക്ക് ചാഞ്ഞു വന്ന് അവന്റെ നിലവിളി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. Praise the Lord. Praise the Lord. यहाँ दाऊद क्या कह रहे? ഇവിടെ
ദാവീദ് എന്താണ് പറയുന്നത്? मैं प्रभु के लिए जोगता रहा तभी परमेश्वर मेरी ओर चुपकर आकर मेरा दोहाई सुनी. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവം എങ്കിലേക്ക് ചാഞ്ഞു വന്ന് എന്റെ നിലവിളി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. परमेश्वर क्या सुना? ദൈവം എന്താണ് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നത്? परमेश्वर क्या सुना? ദൈവം എന്താണ് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നത്? दोहाई सुनी. അവന്റെ പ്രാർത്ഥന കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. Praise the Lord. നിലവിളി കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. परमेश्वर दाऊद को उत्तर दिया है. ദൈവം ദാവീദിന് ഉത്തരം കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. हालेलुया. ആമേൻ. मैंने ये वचन पढ़ने के समय एक चिंता मेरे मन में आ गया. ഈ വചനം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. हमारा परमेश्वर कितना महान परमेश्वर. നമ്മുടെ ദൈവം എത്ര മഹാനായ ദൈവമാണ്, എത്ര വലിയ ദൈവമാണ്. कितने लोग ये बात महसूस किया है? എത്ര പേര് നമ്മുടെ ഹൃദയത്തിൽ അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. एक बात मैं बताना चाहता हूँ. ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. मैं इधर खड़े होकर रो रहे. ഞാൻ ഇവിടെ നിന്ന് കരയുകയാണെങ്കിൽ, ऐसे आप लोग सोचो. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. मैं इधर खड़े होकर रोने शुरू किया. ഞാൻ ഇവിടെ നിന്ന് കരയുകയാണെങ്കിൽ, मैं इधर रोने शुरू किया. ഞാൻ ഇവിടെ കരയാൻ തുടങ്ങി. आप लोग उधर बैठकर रोने शुरू किया. നിങ്ങൾ അവിടെ നിന്നും കരയാൻ തുടങ്ങി. मेरे को मालूम है कि आप लोग क्या के लिए रो रहे कर. എനിക്ക് അറിയാൻ പറ്റുമോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന്. मैं इधर खड़े होकर क्यों रो रहे कर आप लोगों को समझ में आएंगे क्या? ഞാൻ ഇവിടെ നിന്ന് കരയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി തീരുമോ? आप लोग मुझसे पूछेंगे पास्टर जी आप क्यों रो रहे? നിങ്ങൾ എന്നോട് ചോദിക്കാനായിട്ട് ഇടയായി തീരും, പാസ്റ്റർ എന്തുകൊണ്ടാണ് പാസ്റ്റർ കരയുന്നതെന്ന്. नहीं तो मैं आप लोगों से पूछेंगे हमें आप क्यों रो रहे? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാനായിട്ട് ഇടയായി തീരും, നിങ്ങൾ എന്താണ് കരയുന്നതെന്ന്. आमेन. ആമേൻ. मैं रोए तो आप लोगों को समझ में नहीं आएंगे मैं क्या के लिए रो रहे कर. ഞാൻ കരയുകയാണെങ്കിൽ ആർക്കും മനസ്സിലാകത്തില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന്. आमेन. रोने वाले व्यक्ति का हृदय को उसका विषय को जानने वाले एक परमेश्वर आज हमारा मध्य में है कर कितने लोग विश्वास करता है? കരയുന്നവന്റെ കരച്ചിൽ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. मैं इधर खड़े होकर हिंदी में प्रचार करने का समय अनु यहाँ मलयालम में ट्रांसलेट कर सकता है. ഞാൻ പാസ്റ്ററോട് നിന്ന് ഹിന്ദിയിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കഴിയുമായിരിക്കും. मैं इधर खड़े होकर रोए तो ट्रांसलेट नहीं कर सकता है. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. आमेन. आपका दुख को आमेन समझने वाले एक प्रभु, आप रोए तो उस रोने को भी समझने वाले एक प्रभु आज इसका मध्य में है, आज आपका पास में है, इसलिए उस परमेश्वर को स्तुति करे. നമ്മുടെ ദുഃഖത്തെയും നമ്മുടെ കരച്ചിലിനെയും മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. आमेन. आपका आंसुओं को ट्रांसलेट करने वाले एक प्रभु, നമ്മുടെ കണ്ണുനീരിനെ വരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. आपका रोने अब रोए तो उस रोने का अवस्था को भी ट्रांसलेट करने वाला एक परमेश्वर है मेरा और आपका परमेश्वर. നമ്മുടെ നിലവിളിയെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. हालेलुया. दाऊद प्रभु के लिए जोते रहा. दाऊद ने रोया, परमेश्वर उसका पास उतर कर आ गया है. ദാവീദ് എന്ത് ചെയ്തു? യഹോവയ്ക്കായി കാത്തിരുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന്റെ നിലവിളി കേട്ട് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. परमेश्वर सबका प्रार्थना सुनता है क्या? ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമോ? सबका प्रार्थना सुनता है क्या? ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമോ? सुनता है क्या? കേൾക്കുമോ? बोलो ना. नहीं सुनता है. ഇല്ല, ദൈവം കേൾക്കത്തില്ല. किसका प्रार्थना नहीं सुनता है? ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാത്തത്? पापियों का प्रार्थना परमेश्वर नहीं सुनता है. ദൈവം എന്ത് ചെയ്യില്ല? പാപികളുടെ പ്രാർത്ഥനയെ ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. आमेन. ആമേൻ. दाऊद का प्रार्थना परमेश्वर सुना. ദൈവം ദാവീദിന്റെ പ്രാർത്ഥന ദൈവം കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. दाऊद दोहाई किया, वो परमेश्वर सुना है. ദാവീദ് യഹോവയ്ക്കായി കാത്തിരുന്നു, ദൈവം അത് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. हमें जो प्रभु के लिए हमें वेट कर प्रार्थना करता है उसका प्रार्थना परमेश्वर सुनता है. ആരാണോ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥന ദൈവം കേൾപ്പാനായിട്ട് ഇടയായി തീരും. हालेलुया. ഹല്ലേലൂയ. इसलिए इन दिनों में हम प्रभु के लिए हमें वेट करके हम प्रार्थना करना है. परमेश्वर हमारा प्रार्थना सुनने वाला प्रभु. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ऐसे लिखा है धीरज के साथ, धीरज से. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്ഷമയോടെ കാത്തിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. मैं धीरज से परमेश्वर से दोहाई किया ना. ഞാൻ ക്ഷമയോടെ കാത്തിരുന്ന് ദൈവത്തിന് വേണ്ടി നിലവിളിപ്പാനായിട്ട് ഇടയായി തീർന്നു. वहाँ धीरज वहाँ लिख लिया तो उसका मतलब बहुत समय से दाऊद क्या कर रहे?
परमेश्वर के लिए दोहाई कर रहे हैं. അവിടെ ക്ഷമ അല്ലെങ്കിൽ ഹിന്ദിയിൽ ധീരജ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, അവൻ ഒത്തിരി ക്ഷമയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് അവൻ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. हम प्रभु के लिए आमीन वेट करने वाले व्यक्ति लोग हैं तो कितना साल हो गए तो भी पराजित नहीं हो जाएंगे. നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. हमें 1 साल होगा, 2 साल होगा, 5 साल होगा, 10 साल होगा, कितने साल हो गए तो भी पराजित नहीं हो जाएंगे. जो व्यक्ति लोग परमेश्वर के लिए वेट कर रहे उसके लिए परमेश्वर उत्तर कराने वाला है. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എത്ര വർഷം കഴിഞ്ഞാലും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നമ്മുടെ കാത്തിരിപ്പിനെ ദൈവം ഒരിക്കലും പരാജയത്തിലേക്ക് വിടുന്ന ദൈവമല്ല. हालेलुया. ആമേൻ. उसका दूसरा आयत पढ़े. അതിന്റെ രണ്ടാം വാക്യം വായിക്കാം. तीसरा है दौड़ पड़े. बस दूसरा आयत में क्या लिख रहे? सत्यनाश के गड्ढे से मुझे उबाया है. നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ കയറ്റിയെന്ന്. Praise the Lord. ആമേൻ. कौन सा गड्ढा है? सत्यनाश का गड्ढा से परमेश्वर मुझे उबाया है ना. എങ്ങനെയുള്ള കുഴിയാണ്? उबारा है. हाँ, praise the Lord. എങ്ങനെയുള്ള കുഴിയാണ്? നാശകരമായ കുഴിയിൽ നിന്ന് ദൈവം എന്നെ കയറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. दूसरा बात वहां क्या लिखा है? उससे पहले എന്റെ കാലുകളെ പാറമേൽ നിർത്തി. ചേറ്റിൽ നിന്നും അവൻ എന്ത് ചെയ്തു? എന്നെ കയറ്റി. सत्यनाश के गड्ढे से और दलदल की कीच से मुझे निकाला है. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം എന്നെ കയറ്റുവാനായിട്ട് ഇടയായി തീർന്നു. उसके बाद क्या किया? मेरे पैर को दृढ़ किया है. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു? എന്റെ കാലുകൾക്ക് ബലം തരുവാനായിട്ട് ഇടയായി തീർന്നു. मेरे पैर को कहां खड़ा किया? चट्टान पर खड़े किया. എന്റെ കാലിനെ ദൈവം എവിടെയാണ് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നത്? പാറമേൽ എന്നെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. दाऊद कहां पर था? ദാവീദ് എവിടെയായിരുന്നു? हमें सत्यनाश का गड्ढे में था. അവൻ ആദ്യം നാശകരമായ കുഴിയിലായിരുന്നു. Praise the Lord. ആമേൻ. और दलदल की कीच में था. അവൻ ചേറ്റിൽ കിടന്നതായിരുന്നു. आमीन. ആമേൻ. वो दलदल के कीच में एक व्यक्ति खड़े हो रहे तो ഒരു ചേറ്റിലുള്ള ഒരു ചെളിയിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ उसको क्या हो जाएंगे? ऊपर आ सकते हैं क्या? അവൻ എന്ത് പറ്റുവാനായിട്ട് ഇടയായി തീരും? അവന് മുകളിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തില്ല. वो व्यक्ति कीचड़ में डूब जाएंगे. ആ വ്യക്തി എന്ത് ചെയ്യും? ചേരിൽ അവൻ മുങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീരും. उसको चल सकते हैं क्या? അവന് നടക്കുവാൻ കഴിയുമോ? उसको एक भी कदम आगे नहीं रख सकता. അവന് ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. कितना मेहनत कर दिया तो भी एक भी कदम उसको आगे रख नहीं सकता. എത്ര പരിശ്രമിച്ചാൽ പോലും അവൻ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാനായിട്ട് കഴിയത്തില്ല. हमें दाऊद का अवस्था के बारे में हम कह रहे. ഇവിടെ ദാവീദിന്റെ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. दाऊद कहां पर है? सत्यनाश का गड्ढा में है. ഇപ്പോൾ ദാവീദ് എവിടെയാണ്? നാശകരമായ കുഴിയിലാണ് ദാവീദ്. दाऊद कहां पर है? दलदल की कीचड़ में है. ഇപ്പോൾ ദാവീദ് എവിടെയാണ്? അവൻ ചേറ്റിലിൽ ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. दाऊद को बिल्कुल मूव आगे नहीं जा सकता है. എന്നാൽ ദാവീദിന് ഒരു പടി പോലും മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. दाऊद को बिल्कुल आगे नहीं जा सकता है. ഒരു സ്റ്റെപ്പ് പോലും അവന് മുൻപോട്ട് കടന്നു പോകാൻ കഴിയുന്നില്ല. आमीन. परमेश्वर ने क्या किया है? അവിടെ ദൈവം എന്താണ് അവന് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്? सारे अवस्था को परमेश्वर ने बदल दिया. എന്നാൽ എല്ലാ അവസ്ഥകളെയും ദൈവം അവിടെ നിന്ന് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. दाऊद को कोई भी विश्वास नहीं था. ദാവീദിന് ഒരു വിശ്വാസം പോലും ഉണ്ടായിരുന്നില്ല. हमें कोई भी विश्वास नहीं था. നമുക്കൊരു इस गड्ढे में से मैं ऊपर आऊंगा कर हमें विश्वास नहीं था. ആ നാശകരമായ കുഴിയിൽ നിന്ന് മുൻപോട്ട് കടന്നു വരുവാൻ കഴിയുമെന്ന് നമുക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. इस कीचड़ की अवस्था में से मैं बाहर आऊंगा कर हमें बिल्कुल विश्वास नहीं ഈ था. ചെളിയുടെ അവസ്ഥയിൽ നിന്ന് ഞാൻ മുൻപോട്ട് കയറുമെന്ന് നമുക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. ये कदम आगे रख सकता है कर मुझे कोई विश्वास नहीं था. ഒരു സ്റ്റെപ്പ് എനിക്ക് മുൻപോട്ട് വെക്കാൻ കഴിയുമെന്ന് നമുക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. परमेश्वर ने क्या किया? എന്നാൽ ദൈവം അവിടെ എന്താണ് ചെയ്യുവാനായിട്ട് उस ഇടയായി गड्ढा में തീർന്നത്? से उसको ऊपर लेकर आ गया है. ആ കുഴിയിൽ നിന്ന് ദൈവം അവനെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി दाऊद ने തീർന്നു. हमें परमेश्वर ने क्या किया है? ദൈവം അവിടെ എന്താണ് ചെയ്യുവാനായിട്ട് ഇടയായി उस തീർന്നത്? कीचड़ में डूब कर जाने के लिए परमेश्वर अनुमति नहीं दिया ആ है. ചെളിയിൽ മുങ്ങിപ്പോകുവാൻ ദാവീദിനെ ദൈവം അനുവദിച്ചില്ല.
അനുവദിച്ചില്ല. उस कीचड़ से परमेश्वर उसको हमें बाहर लेकर आ गया ആ है. ചെളിയുടെ അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. और परमेश्वर ने क्या किया मालूम है? പിന്നെ ദൈവം എന്താണ് അവിടെ ചെയ്തത്? चट्टान पर खड़े किया. അവനെ ദൈവം എന്ത് ചെയ്തു? പാറമേൽ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. थोड़ी देर पहले वो कहां पर था? കുറച്ചു മുമ്പ് അവൻ എവിടെയായിരുന്നു? कीचड़ में था. അവൻ കുറച്ചു മുമ്പ് ചെളിയുടെ അവസ്ഥയിലായിരുന്നു. थोड़ी देर पहले वो व्यक्ति कहां पर था? കുറച്ചു മുമ്പ് ആ വ്യക്തി എവിടെയായിരുന്നു? गड्ढे में था. അവൻ കുഴിയിൽ മുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു. परमेश्वर अवस्था को बदलने वाला प्रभु है. ദൈവം എന്ത് ചെയ്തു? അവസ്ഥയെ ദൈവം गड्ढा में से परमेश्वर चट्टान का ऊपर लेकर आ गया है. कीचड़ से आपका पैर को परमेश्वर चट्टान का ऊपर दृढ़ किया है. अभी आपका पैर कीचड़ में नहीं डूबेंगे. अभी आपको चल सकता है. परमेश्वर हमारे जीवन में ये सारे बात किया है. जो व्यक्ति प्रभु के लिए जोगता रहा है उसका जीवन में परमेश्वर ऐसा कार्य करता है. गड्ढा में से परमेश्वर ऊपर लेकर आएंगे. कीचड़ से परमेश्वर ऊपर लेकर आएंगे. चट्टान पर खड़े करेंगे. उसको पैर को परमेश्वर दृढ़ करेंगे. वो चट्टान कौन है? वो चट्टान परमेश्वर यीशु मसीह है. अभी मैं और आप कीचड़ में नहीं. अभी मैं और आप गड्ढा में नहीं. ओ अभी हम चट्टान का ऊपर है. ओ कितने लोगों को ये बात महसूस हो रहे हैं? कितने लोग ये बात को अनुभव किया है? अभी मेरा जीवन में गड्ढा नहीं है. अभी मेरा जीवन में कीचड़ नहीं है. हमें थोड़ी देर पहले में गड्ढा में था. थोड़ी देर पहले में कीचड़ में था. अभी मैं कहां पर है मालूम है? अभी मैं किसका साथ है मालूम है? अभी मैं प्रभु यीशु मसीह का साथ में है. ओ अभी गड्ढे में नहीं. अभी कीचड़ में नहीं. अभी मैं प्रभु यीशु मसीह का साथ में है. क्योंकि प्रभु ये हमें परमेश्वर के लिए जोगते रहने वाले व्यक्ति लोगों को परमेश्वर ऊपर लेकर आता है. ओ प्रेज़ द लॉर्ड. परमेश्वर हमें ऊपर लेकर जाएंगे. हमें एक भी कदम आगे रख नहीं सकता था. कीचड़ के वजह से एक भी कदम आगे रख नहीं सकता था. अभी हम कहां तक जाएंगे? स्वर्ग राज्य तक. करोड़ों किलोमीटर अभी जाएंगे. कौन सा गाड़ी में जाएंगे? एक्सयूवी में जाएंगे क्या? इनोवा में जाएंगे क्या? कौन सा गाड़ी में जाएंगे? हम परमेश्वर के साथ चलकर जाएंगे. क्योंकि कीचड़ से परमेश्वर आपको उठाया है, ऊपर लेकर आ गया है. आपका पैर को परमेश्वर दृढ़ किया है. तीसरा आयत में ऐसे लिखा है, परमेश्वर मुझे एक नया गीत सुनाया है और सिखाया है. हालेलुया. सब लोग इधर ध्यान दे. परमेश्वर मुझे एक नया गीत सिखाया है. पहला आयत में आप क्या कर रहे था? क्या कर रहा था? मुंह में से क्या निकल रहा था? हाँ, दोहाई.
Praise the Lord. ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? അവന്റെ വായിൽ നിന്ന് വന്നത് നിലവിളിയായിരുന്നു. तीसरा आयत में उस दोहाई क्या हो गया? മൂന്നാമത്തെ വാക്യത്തിൽ ആ നിലവിളി എന്തായി മാറുവാനായിട്ട് ഇടയായി തീർന്നു? गाना गीत हो गया. അത് അവന് പാട്ടായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. आपका दोहाई हमें गीत कर कर परमेश्वर कन्वर्ट करने जा रहे हैं. ഈ ദിവസങ്ങളിൽ നിലവിളിയെ ദൈവം പാട്ടാക്കി മാറ്റുവാനായിട്ട് आपका दोहाई को परमेश्वर एक गाना कर कर कन्वर्ट करने जा रहे ഈ हैं. ദിവസങ്ങളിൽ ദൈവം നിന്റെ നിലവിളിയെ പാട്ടാക്കി മാറ്റുവാൻ जो ആഗ്രഹിക്കുന്നു. व्यक्ति परमेश्वर के लिए जोता रहता है उसका जो दोहाई को परमेश्वर क्या करता है? हमें परमेश्वर एक गाना कर कर बदलने जा रहे हैं. ആരാണോ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അവരുടെ നിലവിളിയെ ദൈവം ഈ ദിവസങ്ങളിൽ പാട്ടായി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. अभी क्या गाएंगे मालूम है? എന്താണ് പാടുന്നത്? मैं कीचड़ में दा कर कर नहीं गाएंगे. ഞാൻ പണ്ട് കീച്ചടിലായിരുന്നു എന്നല്ല പാടുന്നത്. मैं गड्ढा में दा कर कर नहीं गाएंगे. ഞാൻ കുഴിയിലായിരുന്നു എന്നല്ല പാടുന്നത്. अभी गाएंगे मेरा परमेश्वर को स्तुति एक नया गाना हम गाने शुरू करेंगे. അവൻ പാടുന്നത് എന്താണ്? ഞാൻ ദൈവത്തിന് ഒരു പുതിയ പാട്ട് പാടും, എന്റെ ദൈവത്തിന് സ്തുതി പാടുമെന്നാണ് അവൻ പാടുന്നത്. पुराना बात नहीं, അവൻ പഴയ കാര്യങ്ങളെയല്ല वो പാടുന്നത്. गड्ढे का बात नहीं, ആ കുഴിയുടെ അവസ്ഥയല്ല പാടുന്നത്. कीचड़ का बात नहीं. ആ ചെളിയുടെ അവസ്ഥയല്ല പാടുന്നത്. हम क्या गाएंगे मालूम है? एक नया गान, उसका ट्यूनिंग है, लिरिक्स है, सबको किसका है? वो परमेश्वर का है. ആരെ പറ്റിയാണ് അവൻ പാടുന്നത്? അവൻ പാടുന്നത് ദൈവത്തിന് ഒരു പുതിയ പാട്ട് പാടുമെന്നാണ്. पिछले हफ्ते हमने सुना था കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. 39 भजन संगीत किसने लिखा? 39 സങ്കീർത്തനം ആരാണ് എഴുതിയത്? दाऊद ने लिखा. ദാവീദാണ് എഴുതിയത്. उसको ट्यून किसने दिया? അതിന് ആരാണ് ട്യൂൺ കൊടുത്തത്? ट्यून किसने दिया लीला? हाँ, ये दूध. യദൂദാണ് അതിന് ട്യൂൺ കൊടുത്തത്. Praise the Lord. Praise the Lord. दाऊद ने लिखा हुआ वचन संगीता को यदूद ट्यून कर कर दाऊद को दिया. दाऊद वो गाने शुरू किया. ദാവീദ് എഴുതിയ സങ്കീർത്തനത്തെ യദൂദ് ട്യൂൺ ചെയ്ത് അത് ദാവീദ് പാടുവാനായിട്ട് ഇടയായി തീർന്നു. तीसरा आयत में यहाँ लिखा है, ഇവിടെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, अभी हम एक परमेश्वर मुझे एक नया गाना गीत दिया. ഇവിടെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം എന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു എന്ന്. उसका लिरिक्स किसका है? അതിന്റെ ലിറിക്സ് ആരാണ് എഴുതിയിരിക്കുന്നത്? किसका है? परमेश्वर का है. അത് ദൈവത്തിന്റെ ലിറിക്സ് ആണ്. उसका ट्यूनिंग किसने दिया? അതിന്റെ ട്യൂൺ ആരാണ് കൊടുത്തിരിക്കുന്നത്? परमेश्वर ने किया है. അത് ദൈവമാണ് അവന് കൊടുത്തിരിക്കുന്നത്. परमेश्वर का लिरिक्स को परमेश्वर ट्यून कर कर हमको दिया. हम में गाना गाएंगे, प्रभु परमेश्वर को स्तुति है. ദൈവം എഴുതിയ ഊടറക്കമാടാ. ദൈവം നമുക്ക് തന്നപ്പോൾ അത് നമ്മൾ ദൈവത്തിന് വേണ്ടി പാടുവാനായിട്ട് ഇടയായി തീരണം. ആമേൻ. कितने लोगों को आनंद है? ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ആരെങ്കിലും എഴുതിയ പാട്ടല്ല നിന്നെ കൊണ്ട് കർത്താവ് പാടിക്കാൻ പോകുന്നേ. जो कोई भी एक गाना का लिरिक्स लिख कर दिया, वो गाना परमेश्वर आपसे हमें गाने के लिए नहीं जा रहे. परमेश्वर कौन सा गाना जा रहे? परमेश्वर ने लिरिक्स लिखा, परमेश्वर ने ट्यून दिया. ये गाना परमेश्वर आपको दूंगा, आप ये गाना गाएंगे. ആരെങ്കിലും എഴുതിയ പാട്ടല്ല ദൈവം നമുക്ക് വേണ്ടി പാടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എഴുതിയതും ദൈവം ട്യൂൺ പകർന്നതുമായ പാട്ടാണ് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. हालेलुया. ആമേൻ. उसके लिए तैयार है क्या? അതിനുവേണ്ടി നമ്മൾ എല്ലാവരും തയ്യാറാണോ? उसके लिए अच्छा साउंड का जरूरत नहीं. അതിനുവേണ്ടി നല്ല സൗണ്ടിന്റെ അത്യാവശ്യമില്ല. ये गाना किसको मिलेंगे? ഈ പാട്ട് ആർക്കാണ് ലഭിക്കുന്നത്? चंगाई सबको मिलेंगे, സൗഖ്യം എല്ലാവർക്കും ലഭിക്കും. छुटकारा सबको मिलेंगे, സൗഖ്യം എല്ലാവർക്കും ലഭിക്കാനായിട്ട് ഇടയായി भलाई തീരും. सबको मिलेंगे. നന്മ എല്ലാവർക്കും ലഭിക്കാനായിട്ട് ഇടയായി തീരും. परमेश्वर ने दिया हुआ गाना स्वर्ग में खड़े होकर सबको नहीं गा सकता है. ദൈവം എഴുതിയ പാട്ടിനെ, ദൈവം തന്ന പാട്ടിനെ എല്ലാവർക്കും സ്വർഗത്തിൽ നിന്ന് പാടുവാൻ കഴിയത്തില്ല. नया स्वर्ग में प्रभु परमेश्वर के साथ खड़े होकर नया गाना देने का समय ये गाना सबको नहीं गा सकता है. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ എല്ലാവർക്കും ഈ പാട്ട് പാടുവാൻ കഴിയത്തില്ല. ये किसको हमें गा सकता है? जो व्यक्ति प्रभु के लिए दोहाई करता है उसको परमेश्वर हमें स्वर्ग में खड़े होकर नया गाना हमें गाने के लिए परमेश्वर हमें अनुमति दूंगा. ആർക്കാണ് ഇത് പാടാൻ കഴിയുന്നത്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പാട്ട് പാടുവാൻ കഴിയും. मैं जल्दी से आगे जाना चाहता हूँ. ഞാൻ വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ये दूसरा आयत पढ़ने जैसे मैं पढ़ता था, ഈ രണ്ടാം വാക്യം വായിച്ചപ്പോൾ तभी परमेश्वर मुझसे बात किया. परमेश्वर मुझसे बात किया. ദൈവം എന്നോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നു. हमें वहाँ क्या लिखा है? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്?
सत्यानाश की गड्ढा, അവിടെ നാശകരമായ കുഴി എന്നാണ് എഴുതിയിരിക്കുന്നത്. दलदल की कीचड़. അവിടെ ചേറിന്റെ അവസ്ഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. चलो ആമേൻ. ये गड्ढे के बात आ गया तो मुझे एक व्यक्ति के बारे में ध्यान आ गया. കുഴിയെ പറ്റി പറയുമ്പോൾ ഒരു വ്യക്തിയെ എനിക്ക് ഓർമ്മ വരും. आप लोगों को किसका बारे में ध्यान आ गया? हाँ, यूसुफ का बारे में. ആമേൻ. കുഴിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് യോസഫിനെ കുറിച്ചാണ്. आमेन. ആമേൻ. यूसुफ को कौन सा गड्ढे में डाला? യോസഫിനെ ഏത് കുഴിയിലാണ് ഇടുവാനായിട്ട് ഇടയായിത്തീർന്നത്? सूखा गड्ढा है कर वहां लिखा. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഉണങ്ങിയ കുഴിയിൽ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത കിണറിലാണ് അവൻ ഇടുവാനായിട്ട് ഇടയായിത്തീർന്നത്. हम कौन सा गड्ढा में था? നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു? सत्यानाश की गड्ढा. നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നാശകരമായ കുഴിയായിരുന്നു. हम और യോസഫ് सब आमेन सही में बराबर रास्ते में हम चले गए. നമ്മളും യോസഫും എല്ലാം എങ്ങനെയാണ്? ഒരേ തലത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. यूसुफ को सूखा गड्ढा में डाला, യോസഫിനെ വെള്ളമില്ലാത്ത കുഴിയിലാണ് ഇട്ടത്. हमें सत्यानाश की गड्ढा में डाला. നമ്മൾ എവിടെയാണ് ഇട്ടത്? നാശകരമായ കുഴിയിലായിരുന്നു നമ്മൾ. चलो ആമേൻ. यूसुफ का गड्ढा फिर भी ठीक था. യോസഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, യോസഫിന്റെ കുഴി എന്ന് പറയുന്നത് പിന്നെയും കുഴപ്പമില്ലാത്തതായിരുന്നു. അത് വെള്ളമില്ലാത്ത കുഴിയായിരുന്നു. हमारा गड्ढे में पूरा क्या है? നമ്മുടെ കുഴിയിൽ എന്താണുള്ളത്? कीचड़. നമ്മുടെ കുഴി മൊത്തം ചെളിയുടെ അവസ്ഥയാണ്. आमेन. ആമേൻ. क्योंकि हम डूब के जा रहे थे. कीचड़ में क्या होता है? डुबकी जाता है. കീച്ചടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് മുങ്ങിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. Praise the Lord. Praise the Lord. उसमें से परमेश्वर हमें ऊपर लेकर आ गया. അവിടെ നിന്നാണ് ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടിരുവാനായിട്ട് ഇടയായിത്തീർന്നത്. യോസഫ് का परेशानी बड़ा है क्या? हमारा परेशानी बड़ा है क्या? ഇപ്പൊ നോക്കിയേ, യോസഫിന്റെ അവസ്ഥയാണോ വലുത് അതോ നമ്മുടെ അവസ്ഥയാണോ വലുത്? कौन सा गड्ढा अच्छा था? ഏത് അവസ്ഥയാണോ വലുത്? यूसुफ का गड्ढा अच्छा था क्या? हमारा गड्ढा अच्छा है क्या? യോസഫിന്റെ കുഴിയാണോ നല്ലത് അതോ നമ്മുടെ കുഴിയാണോ നല്ലത്? हाँ, यूसुफ का गड्ढा फिर भी ठीक था. യോസഫിന്റെ കുഴി എന്ന് പറയുന്നത് പിന്നെയും കുഴപ്പമില്ലാത്തതായിരുന്നു. सूखा गड्ढा था. അത് വെറും വെള്ളമില്ലാത്ത കുഴിയായിരുന്നു. हमारा गड्ढा पूरा कीचड़ था. നമ്മുടെ കുഴി എന്ന് പറയുന്നത് ചെളിയുടെ അവസ്ഥയായ കുഴിയാണ്. सूखा गड्ढा में जो पड़ा उस यूसुफ को ऊपर लेकर आकर मिस्रैम का मंदिर बनाया है. വെള്ളമില്ലാത്ത കുഴിയിൽ കിടന്ന യോസഫിനെ ദൈവം ഉയർത്തി ഒരു മന്ത്രിയാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ऐसे ये तो हमें दलदलागट के गड्ढे ना, हाँ, दलदल की गड्ढा में और कीचड़ की गड्ढा में हमें जो पड़ा हुआ हमको उससे अधिक पोषण देना चाहिए ना. എങ്ങനെയാണെങ്കിൽ ചേറ്റിൽ കിടക്കുന്ന ചേറുള്ള ഒരു കുഴിയിൽ കിടക്കുന്ന നമ്മളെ ദൈവം എങ്ങനെ ഉയർത്തി വലുതാക്കുവാനായിട്ട് ഇടയായിത്തീരും? यूसुफ को इतना हमें सूखा गड्ढे में पड़ने वाले यूसुफ को एक अच्छा पोजीशन दिया. വെള്ളമില്ലാത്ത കുഴിയിൽ കിടന്ന യോസഫിന് ദൈവം നല്ല പൊസിഷൻ കൊടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. कीचड़ का गड्ढे में पड़ने वाले हमको उससे अच्छा पोजीशन मिलेंगे ना. അങ്ങനെയാണെങ്കിൽ ചേറിന്റെ അവസ്ഥയിൽ കിടക്കുന്ന നമുക്ക് ദൈവം എങ്ങനെയുള്ള പൊസിഷൻ ആയിരിക്കും തരുന്നത്? हमें कहाँ पोजीशन मिलेंगे? നമുക്ക് ഏത് പൊസിഷനാണ് ലഭിക്കുന്നത്? मिस्र में नहीं मिलेंगे, മിസ്രൈമിലല്ല നമുക്ക് പൊസിഷൻ ലഭിക്കുന്നത്. धरती में नहीं मिलेंगे. ഈ ഭൂമിയിലല്ല പൊസിഷൻ നമുക്ക് ലഭിക്കുന്നത്. परमेश्वर हमें पोजीशन कहाँ देंगे? ദൈവം എവിടെയാണ് പൊസിഷൻ നമുക്ക് തരുന്നത്? स्वर्ग राज्य में परमेश्वर के साथ है. ആ സ്വർഗ്ഗത്തെ ദൈവത്തോട് കൂടിയാണ് നമുക്ക് പൊസിഷൻ ദൈവം स्वर्ग തരുന്നത്. राज्य में परमेश्वर के साथ. ആ സ്വർഗ്ഗത്തെ ദൈവത്തോട് കൂടിയാണ് ദൈവം നമുക്ക് इस തരുന്നത്. कीचड़ को परमेश्वर बदलने जा रहे ഈ हैं. ദിവസങ്ങളിൽ ചേറിന്റെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ सत्यानाश के ആഗ്രഹിക്കുന്നു. गड्ढे को परमेश्वर बदलने जा रहे हैं. നാശകരമായ കുഴിയെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर स्वर्ग में अपने साथ हमें बैठने के लिए आपको परमेश्वर बुलाया है. ദൈവത്തോട് കൂടെ ഇരിപ്പാൻ വേണ്ടി ദൈവം നമ്മളെ വിളിക്കുകയാണ്. ये वचन पढ़ने के समय बहुत शक्ति से परमेश्वर मुझसे बात ഈ किया. വചനം വായിച്ചപ്പോൾ ഭയങ്കര ശക്തിയോടെ ദൈവം എന്നോട് സംസാരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. आमेन. उत्पत्ति का किताब में आ जाइए, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 37 में आ जाइए. അതിന്റെ 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 24. यूसुफ को अभी गड्ढे में डाला है क्या? 25 യോസഫിനെ ഇപ്പോൾ കുഴിയിൽ ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു. डाला है क्या? ആമേൻ. है? अभी इस वचन में इस आयत में डाला है क्या? नहीं डाला. ആമേൻ. ഈ വചനത്തിൽ അവനെ കുഴിയിൽ ഇടുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. सारे भाई लोग मिलकर प्लान कर रहे यूसुफ को आमेन मारकर गड्ढे में डालना है. എല്ലാ സഹോദരന്മാരും ഒരുമിച്ച് പ്ലാൻ ചെയ്യുകയാണ് യോസഫിനെ തല്ലി ആ കുഴിയിൽ ഇടണമെന്ന്. Praise the Lord. ആമേൻ. हालेलुया. ഹല്ലേലൂയ. रूबेन ने क्या सोचा? രൂബേൽ അപ്പോൾ എന്ത് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു? उसको गड्ढे में डालकर वहां से बचाकर लेकर जाकर उसका पिता याकूब का पास पहुंचना है. എന്നാൽ രൂബേൽ എന്താണ് ചിന്തിച്ചത്? അവന് ജീവഹാനി വരുത്താതെ പിന്നെ ആ കുഴിയിൽ നിന്ന് അപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് രൂബേൻ ചിന്തിക്കാനായിട്ട് इस ഇടയായിത്തീർന്നത്. वचन पढ़ने का समय परमेश्वर मुझसे बात किया. ഈ വചനം വായിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. मैं ये बात यहाँ लिख कर रखा है. ഞാൻ അതിവിടെ എഴുതി വെപ്പാനായിട്ട്
വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. इस वचन में यूसुफ को अभी गड्ढे में नहीं डाला. ഈ വചനത്തിൽ 21-ാം വാക്യത്തിൽ യോസഫിനെ എന്ത് ചെയ്തില്ല? കുഴിയിൽ ഇട്ടിട്ടില്ല. आगे जाने में आमेन लास्ट में हमें देख सकता है उसको वो गड्ढा में डाला है. 37-ന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യോസഫിനെ ആ കുഴിയിൽ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. यूसुफ को गड्ढे में डालने से पहले यूसुफ को गड्ढे से बचाने के लिए का प्लानिंग रूबेन ने किया. യോസഫിനെ കുഴിയിൽ ഇടുന്നതിന് മുമ്പ് യോസഫിനെ അവിടെ നിന്ന് രക്ഷിക്കേണ്ട പ്ലാനിങ് അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. यूसुफ को गड्ढे में डालने से पहले यूसुफ को गड्ढे से बचाने का प्लानिंग परमेश्वर रूबेन का हृदय में दिया है. യോസഫിനെ കുഴിയിൽ ഇടുന്നതിന് മുമ്പ് യോസഫിനെ രക്ഷിക്കാൻ വേണ്ടി രൂബേലിനെ ദൈവം ഇടുവാനായിട്ട് ഇടയായി തീർന്നു. ओ कितने लोग को समझ में आ गया? എത്ര പേർക്ക് അത് മനസ്സിലാകും? कितने लोग को समझ में आ गया? ताली बजाकर എത്ര പേർക്ക് അത് മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നു? ताली बजाकर प्रभु को आराधना करे. നിന്നെ കുഴിയിൽ ഇറക്കുന്നതിന് മുൻപ് നിന്നെ കുഴിയിൽ നിന്ന് കയറ്റാനുള്ള പ്ലാനിങ് കർത്താവോട് ചെയ്യിപ്പിച്ചേ. तुम्हें डालने से पहले परमेश्वर क्या कर रहे हैं? तुम्हें बचाने के लिए परमेश्वर हम प्लान कर रहे हैं. हमारा परमेश्वर महान है. നമ്മുടെ ദൈവം എന്താണ്? വലിയവനായ ദൈവമാണ്. हालेलुया. हम सब गड्ढा में जाने के बाद सोचता है ये गड्ढा से कैसे ऊपर आएंगे. നമ്മളെല്ലാവരും കുഴിയിൽ പോയി കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് കുഴിയിൽ നിന്ന് പുറത്തു വരുന്നതെന്ന്. हम परमेश्वर गड्ढा में डालने से पहले हमें प्लानिंग किया रूबेन के द्वारा. इसको गड्ढे में डालने से पहले प्लानिंग हो गया. उसको वहां से ऊपर लेकर जाकर उसको उसका पिता का पास जाना है कर कर रूबेन का हृदय में एक चिंता दी. ദൈവം അവിടെ എന്ത് ചെയ്തു? രൂബേലിന്റെ ഹൃദയത്തിൽ അവനെ എങ്ങനെ രക്ഷിക്കണമെന്ന് മുൻപേ അവൻ കുഴിയിൽ ഇറങ്ങുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. Praise the Lord. Praise the Lord. हमारा गड्ढा में से परमेश्वर हमें बचाया है. നമ്മുടെ കുഴിയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിപ്പാനായിട്ട് ഇടയായി हमें തീർന്നു. एक बात और बता के मैं बैठना चाहता हूँ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. हमें इस गड्ढा में से जो लोग उसको गड्ढा में डाला उन लोग उस गड्ढा में से उसको बाहर लेकर आ गया. ആരാണോ അവനെ കുഴിയിലിട്ടത് അവര് തന്നെ അവൻ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. उधर ध्यान देना है. फिर उन्होंने क्या किया? इस्माइलियों को यूसुफ को भेजा है. പിന്നെ അവൻ എന്ത് ചെയ്തു? ഇശ്മായേലോകൾക്ക് അവൻ അടിമയായിട്ട് വിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. हमें इस्माइली किसको दिया है? पोतीफर को दिया है. ഇശ്മായേലോക പിന്നെ ആർക്ക് കൊടുപ്പാനായിട്ട് ഇടയായി തീർന്നു? പൊത്തീഫറിന് കൊടുപ്പാനായിട്ട് ഇടയായി തീർന്നു. पोतीफर का घर से यूसुफ कहाँ पहुंच गया? बंदी गृह में पहुंच गया. പൊത്തീഫറിന്റെ ഭവനത്തിൽ നിന്ന് പിന്നെ യോസഫ് കാരാഗൃഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. आमेन. ആമേൻ. हमें हमें സഭയോട് ഞാനൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. कलीसिया से मैं एक वचन से एक हमें दूध भविष्यवाणी बताना चाहता हूं. एक दूध बताना चाहता हूं. സഭയോട് ഞാൻ ഒരു ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു. हमें इस गड्ढा यूसुफ का जीवन में नाश का कारण हो गया क्या? ആ കുഴി യോസഫിന്റെ ജീവിതത്തിൽ നാശത്തിനായിരുന്നു? नहीं. അതല്ല. Praise the Lord. इस्माइली लोग यूसुफ को मार डाले क्या? ഇശ്മായേലിനെ അവനെ നശിപ്പിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നു? नहीं. ഇല്ല. Praise the Lord. पोतीफर का पत्नी यूसुफ को नाश करने देखा वहां भी यूसुफ को नाश हो गया क्या? പൊത്തീഫറിന്റെ ഭാര്യ അവനെ നശിപ്പാൻ ആഗ്രഹിച്ചു, എന്നാലും അവൻ നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു? नहीं. ഇല്ല. Praise the Lord. बंदी गृह में उसका जीवन हमें बंदी गृह में पहुंचे तो भी उसका जीवन वहां खत्म हो गया क्या? കാരാഗൃഹത്തിലായിട്ടും അവന്റെ ജീവിതം നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. हमें क्यों? എന്തുകൊണ്ടാണ്? Praise the Lord. इस अवस्था में सब यूसुफ का जीवन में कुछ भी हानि नहीं आया. ആ ഒരു അവസ്ഥയെ പോലും യോസഫിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നില്ല. इसमें दो बातें. അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. क्यों उस गड्ढा उसको नाश नहीं किया? എന്തുകൊണ്ടാണ് ആ കുഴി അവനെ നശിപ്പിക്കാനായിട്ട് ഇടയായി തീരാതിരുന്നത്? क्यों इस्माइली लोग उसको नाश नहीं किया? എന്തുകൊണ്ടാണ് ഇശ്മായേൽ അവനെ നശിപ്പിക്കാനായിട്ട് ഇടയായി തീരാതിരുന്നത്? क्यों पोतीफर उसको मार नहीं डाला? എന്തുകൊണ്ടാണ് പൊത്തീഫർ അവനെ നശിപ്പിക്കാതിരിക്കാതിരുന്നത്? क्यों बंदी गृह में उसका जीवन भर बंदी गृह में नहीं रहा? उसको मिस्रैम का मंत्री पोजीशन में वो पहुंचा. കാരാഗൃഹത്തിലായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവൻ മന്ത്രിയായി തീരുവാനായിട്ട് ഇടയായി തീർന്നത്? उसका रीजन क्या है? അതിന്റെ കാരണം എന്താണ്? किसी को बता सकते हैं क्या? ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? हमें ആമേൻ. एक बात यहोवा परमेश्वर यूसुफ का साथ था. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവം എന്ത് ചെയ്തിരുന്നു? അവനോട് കൂടെ ഉണ്ടായിരുന്നു. दूसरा बात किसको मालूम है क्या? രണ്ടാമത്തെ കാര്യം ആർക്കെങ്കിലും പറയാമോ? आज मैं सुबह भोर में उठकर प्रार्थना करने के समय परमेश्वर ये बात मुझे हमें खुल कर दिया. രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നു. प्रार्थना सब क्लोज करके बाइबल में वचन में मनन किया, क्लोज करने के समय आखिरी में वचन परमेश्वर मुझे दिया. ലാസ്റ്റ് ഞാൻ ധ്യാനിച്ച ഏറ്റവും ലാസ്റ്റ് ആ സമയത്ത് ദൈവം എന്നോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നു. उल्पत्ति का किताब 37 का 31 पढ़े. ഉൽപ്പത്തി പുസ്തകം 37ന്റെ 37 വാക്യം വായിക്കാം. हालेलुया. कितने लोगों को समझ में आ गया? എത്ര പേർക്ക് മനസ്സിലായി? किसी को समझ में आ गया? ആമേൻ. आमीन. इस्माइली यूसुफ को छूने के लिए परमेश्वर अनुमति नहीं दिया. ഇശ്മായേലിനെ തൊടുവാൻ പോലും ദൈവം അവരെ അനുവദിച്ചില്ല. पुत्तीफर का भवन में इतना प्रॉब्लम होने के बावजूद भी पुत्तीफर को हाथ मारने के लिए, आमीन, मारपीट करने के लिए परमेश्वर अनुमति नहीं दिया. പൊത്തീഫറിന്റെ വീട്ടിലും അവന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അവനെ തകർത്ത് കളയുവാനായിട്ട് പൊത്തീഫറിനെ ദൈവം അനുവദിച്ചില്ല. बंदी गृह में भी यूसुफ को, आमीन, कुछ भी परेशानी नहीं आया. കാരാഗൃഹത്തിന്റെ അവസ്ഥയിലും അവന് പ്രശ്നങ്ങൾ ഒന്നും കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നില്ല. आमीन. आखिरी में मिस्रैम का एक बड़ा पोजीशन में यूसुफ पहुंच गया. ലാസ്റ്റ് എന്തായി? ഏറ്റവും ഇസ്രായേലിലെ ഏറ്റവും നല്ല പൊസിഷൻ, അവൻ മന്ത്രി എന്ന പൊസിഷൻ ലഭിക്കാനായിട്ട് ഇടയായി उसका തീർന്നു. जीवन में जो वायदा है वो वायदा को शत्रु नाश करने के लिए परमेश्वर अनुमति नहीं दिया. അവന്റെ വാഗ്ദത്തത്തെ ശത്രു നശിപ്പിക്കാനായിട്ട് ദൈവം അവിടെ അനുവദിക്കാനായിട്ട് ഇടയായി തീർന്നില്ല. क्यों परमेश्वर शत्रु को अनुमति नहीं दिया? എന്തുകൊണ്ടാണ് ശത്രുവിനെ ദൈവം അനുവദിക്കാതിരിക്കുന്നത്? उसके लिए एक बकरे, आमीन, उसके लिए एक बकरे अभी लहू बहाया है. എന്തുകൊണ്ടെന്നാൽ ओ, कितने लोगों को समझ में आ गया? അവന്റെ രക്തം ചൊരിയുവാനായിട്ട് ഇടയായി തീർന്നു. यूसुफ के लिए एक बकरे अभी लहू बहाया, इसलिए शत्रु को छूने के लिए परमेश्वर अनुमति नहीं दूंगा. യോസേഫിന് വേണ്ടി ഒരു കുഞ്ഞാടിന്റെ ചോര അവിടെ ഒഴുകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് യോസേഫിനെ തൊടുവാൻ ദൈവം അനുവദിക്കാത്തത്. इस्माइलियों को छूने के लिए अनुमति नहीं दूंगा. ഇശ്മായേൽ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. पुत्तीफर को छूने के लिए अनुमति नहीं दूंगा. പൊത്തീഫർ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. पुत्तीफर का पत्नी को छूने के लिए अनुमति नहीं दूंगा. പൊത്തീഫറിന്റെ ഭാര്യ തൊടുവാൻ അനുവദിക്കത്തില്ല. बंदी गृह में आपका जीवन खत्म नहीं हो जाएंगे. കാരാഗൃഹത്തിൽ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. यूसुफ, आपका ऊपर जो वायदा है वो सारे वायदा को परमेश्वर पूरी करूंगा. യോസേഫേ, നിന്റെ ജീവിതത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. क्योंकि आपके लिए एक बकरे लहू बहाया है. എന്തുകൊണ്ടെന്നാൽ നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാട് രക്തം ചൊരിയുവാനായിട്ട് क्योंकि ഇടയായി आपके തീർന്നു. लिए एक बकरे लहू बहाया है. എന്തുകൊണ്ടെന്നാൽ നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാട് രക്തം ചൊരിയുവാനായിട്ട് आपके लिए ഇടയായി एक തീർന്നു. बकरे लहू बहाया तो शत्रु को छूने के लिए परमेश्वर अनुमति नहीं दूंगा. कितने लोग विश्वास करता है? നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാട് രക്തം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തൊടുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ऐसे ये तो विश्वास के साथ कह रहे, मेरे लिए भी एक बकरे लहू हमें बहाया है. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോട് പറയണം, എനിക്ക് വേണ്ടിയും ഒരു കുഞ്ഞാട് രക്തം ചൊരിഞ്ഞിട്ടുണ്ടെന്ന്. उस बकरे के नाम प्रभु यीशु मसीह है. ആ കുഞ്ഞാടിന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്ന്. अमन उस बकरे के नाम प्रभु यीशु मसीह है. ആ കുഞ്ഞാടിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന്. ऐसे ये तो उसके लिए मैं जोता रहूंगा. ऐसे ये तो उसके लिए मैं जोता रहूंगा. അങ്ങനെയാണെങ്കിൽ അവന് വേണ്ടി ഞാൻ കാത്തിരിപ്പാനായിട്ട് ഇടയായി ശത്രു തീരും. മുഴുവൻ നഹിച്ചുവെങ്കിൽ ഒരു ശത്രുവും എന്നെ തൊടത്തില്ല. ഉറപ്പുള്ളവര് ഇന്ന് പകൽക്കാലം കരമടിച്ചതരം തുറന്ന്, ഇന്ന് പകൽക്കാലം കരമടിച്ചതരം തുറന്ന് ചേർന്ന് പാടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ ദൈവത്തെ ഒന്ന് ആരാധിച്ച് യേശുവിന്റെ രക്തത്താൽ അവൻ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ഉടര ബല 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 ഹത്തുല ബല 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 हमदला वाला 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 वाला. यूसुफ के लिए एक बकरा लहू बहाया है. यूसुफ के लिए एक बकरा लहू बहाया है. मेरे लिए प्रभु यीशु मसीह, मेरे लिए प्रभु यीशु मसीह लहू बहाया. ആമേൻ. യോസേഫിന് വേണ്ടി ഒരു ഹല്ലേലൂയ. കുഞ്ഞാട് അവിടെ രക്തം ചൊരിയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി യേശു ക്രിസ്തു രക്തം ചൊരിയുവാനായിട്ട് ഇടയായി തീർന്നു. हमें इस्राएली जनता का सारे घर का सामने हमें बकरे का लहू लगाया है. ഇസ്രായേൽ हमें इस्राएल जो सारे जनता का घर के जो हमें द्वार में बकरे का लहू हमें हमें लगाया है. ഇസ്രായേൽ കുടുംബങ്ങളുടെ എല്ലാ കട്ടിലുകളിലും എന്ത് ചെയ്തു? ആ കുഞ്ഞാടിന്റെ രക്തം പുരട്ടുവാനായിട്ട് ഇടയായി തീർന്നു. हमें शत्रु उसका घर का अंदर नहीं छुआ, नहीं घुसा. അപ്പോൾ എന്ത് പറ്റി? ശത്രുവിന് അവന്റെ ഭവനത്തിലേക്ക് കയറുവാൻ ദൈവം शत्रु അനുവദിച്ചില്ല. उसका घर का अंदर भीतर, घर का भीतर नहीं घुसा. ശത്രു എന്ത് ചെയ്തു? അവന്റെ ഭവനത്തിലേക്ക് കയറുവാൻ ദൈവം അനുവദിച്ചില്ല. क्योंकि जिसका घर पे बकरे का लहू है, हमें उसका घर के अंदर घुसने के लिए परमेश्वर अनुमति नहीं दूंगा. ആരുടെ കുടുംബത്തിലാണോ കുഞ്ഞാടിന്റെ രക്തമുള്ളത്
അവരുടെ കുടുംബത്തിലേക്ക് ശത്രുവിന് കയറുവാൻ ദൈവം അനുവദിക്കത്തില്ല. ऐसे ये तो यूसुफ के लिए एक बेकर लघु बेगाए तो यूसुफ को नाश करने के लिए हमें परमेश्वर किसी को अनुमति नहीं दूंगा. അങ്ങനെയാണെങ്കിൽ യോസഫിന് വേണ്ടി ഒരു കുഞ്ഞാട് രക്തം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ യോസഫിനെ തൊടുവാനായിട്ട് ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല. हमें परमेश्वर यीशु मसीह हमारे लिए भी लघु बेगाया है. ആ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയും ആ ചോര ഒഴുപ്പാനായിട്ട് ഇടയായി തീർന്നു. इसलिए गड्ढा सब जीवन में आएंगे. അങ്ങനെയാണെങ്കിൽ കുഴിയുടെ അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. अवस्था जीवन में आएंगे. ചെളിയുടെ അവസ്ഥയെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. उसमें डूब कर जाने के लिए परमेश्वर എന്നാൽ അതിൽ മുങ്ങി പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. परमेश्वर वहां से आपको ऊपर लेकर आने चाहता है. ദൈവം ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മൾ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. दाऊद के समान हम क्या करना है? धीरज से परमेश्वर के लिए जोगते रहना है. അങ്ങനെയാണെങ്കിൽ ആ ദാവീദിനെ പോലെ ക്ഷമയോടെ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. आमेनाई हम प्रभु का सन्निधि में प्रार्थना करें. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ इस वचन പ്രാർത്ഥിക്കാം. से परमेश्वर हम सबको आशीष दे. ഈ വചനത്തിലൂടെ ദൈവം